ഹലോ മക്കളെ, അപ്പം നാളത്തെ പരീക്ഷയിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട, പരീക്ഷയിൽ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ടോപ്പിക്സ് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അല്ല, വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾസോ ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. മാത്രമല്ല നെക്സ്റ്റ് ഇയർ +1 ബാച്ചിലൊക്കെ പഠിക്കണമെങ്കിൽ, എക്സാമിനറും കൂടെ പഠിക്കണമെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഓരോരോ കാര്യത്തിലേക്ക് വരാം. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ജൂൾസ് ലോൻ്റെയാണ്. അപ്പോൾ ജൂൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക, പരീക്ഷയിൽ ചോദിക്കും. ജൂൾ ഹീറ്റിങ്ങിൻ്റെ സാധനവും ഡെഫിനേഷൻ ഉണ്ട്, അതൊന്ന് പഠിച്ച് വെച്ചേക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളുടെ നോട്ട്സിലുണ്ടാവും, എക്സാമിനറിൻ്റെ ബാച്ചിലർ സ്റ്റുഡൻ്റാണ്, ബാച്ചിലർ നോട്ട്സിലുണ്ടാവും. ഈ ഫോർമുലകൾ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി പഠിക്കണം. ഇത് ഉപയോഗിച്ചിട്ട് പരീക്ഷയിൽ എന്താണ് പ്രോബ്ലംസ് വരുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് വരാം. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് പരീക്ഷയിൽ എന്തായാലും പ്രോബ്ലം വരും. ഇന്നേ വരെ ഒരു പേപ്പറിലും ഇത് ഇല്ലാത്ത സാധനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ എക്സ്ട്രാ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ V = IR ഉപയോഗിക്കേണ്ടി വരാം, I = Q/T ഉപയോഗിക്കേണ്ടി വരാം, W = Q×. 3 ഇക്വേഷൻസ് ഒന്ന് പഠിച്ച് വെച്ചേക്കാം. ഓക്കെ, സമയമുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കുക. ഈ സമയം ഇല്ലെങ്കിൽ എന്തായാലും ലൈവിൽ വരിക, ലൈവിൽ നമ്മൾ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഡോണ്ട് വറി. പിന്നെ ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടിനും തമ്മിൽ ഡിഫറൻസ് എപ്പോഴും പരീക്ഷ ചോദിക്കുന്ന അന്ന് പഠിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചവർക്ക് ഇതൊരു റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒന്നും പഠിക്കാത്തവർ എന്താ ചെയ്യേണ്ടത്, നിങ്ങളിതൊന്നും മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഇതിൽ ലൈവിൽ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തലയിലൊന്ന് കയറ്റുക. ഓക്കെ, റെഡി സെറ്റ്. റെസിസ്റ്റേഴ്സ് സീരീസും പാരലും, അപ്പോൾ ഇതിൽ ഫോർമുല പഠിച്ചു വെക്കണം. അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പരീക്ഷയിൽ വളരെ വരാൻ ചാൻസ് ഉള്ള സാധനമാണ്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ നോട്ട്സും ഗൈഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെച്ചേക്കാം. ഒരു പ്രോബ്ലം എങ്കിലും നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഓക്കെ, സേഫ്റ്റി ഫ്യൂസിൻ്റെ കാര്യത്തിൽ സേഫ്റ്റി ഫ്യൂസ് എപ്പോഴും സീരീസിലാണ് എന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ലോ ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പ്രോപ്പർട്ടീസ്, 2 സാധനങ്ങളുടെ പ്രോപ്പർട്ടീസ് പഠിച്ചോണം. എപ്പോഴും പരീക്ഷയിൽ വയ്ക്കും. ഒന്നെങ്കിൽ നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടി. ഫസ്റ്റ് 3 പ്രോപ്പർട്ടി സെയിം ആണ്. റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, 3 സെയിം ആണ്. അവസാനത്തെ 4ാമത്തെ പ്രോപ്പർട്ടി മാത്രമേ 2 പേരും ഡിഫറൻറ്റ് ഉള്ളൂ. എന്തായാലും ചോദിക്കുന്ന സാധനം പഠിച്ചു വെച്ചോ. നിക്രോം ഹീറ്റിംഗ് ഓയിലും ടങ്സ്റ്റൺ ഫിലമെൻറ്റും ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നൈട്രജൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നുള്ള കാര്യം അതൊന്ന് പഠിച്ചു വെച്ചോളൂ. അത് എപ്പോഴും ഒരുമിച്ച് ചോദിക്കുന്ന സാധനമാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ചോദിക്കും. ഡിസ്ചാർജ് ലാമ്പിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കും, LED ലാമ്പിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കും. 2ൻ്റെ അഡ്വാൻറ്റേജസും പഠിച്ചു വെച്ചിരിക്കും. സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ലാമ്പിന് 4 ടൈപ്സ് ഉണ്ട്. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, CFL, നമ്മുടെ ഫ്ലൂറസൻ ലാമ്പ്. ഓൾറെഡി പറഞ്ഞു, അതൊന്നും പഠിച്ചു വെച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനത്തോടെ പോയിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഓൾറെഡി പഠിച്ചവർ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ എടുത്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കുക, അതൊക്കെ ചെയ്തോന്ന് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഓൾറെഡി ഒന്നും പഠിക്കാത്തവർ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്താണ് പഠിക്കേണ്ടത്. അപ്പോൾ ലൈവിൽ വരുമ്പോൾ ഇതിലെ ഒരു മനസ്സിൽ പിക്ചർ ഉണ്ടായിരിക്കണം, ഫസ്റ്റ് ചാപ്റ്റർ ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയാസ് എടുത്ത് ചെയ്യാം. വെറുതെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നോട്ട്ബുക്ക് വെറുതെ ഇങ്ങനെ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. പരീക്ഷ ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. റെഡി ആണല്ലോ മക്കളെ? അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിന് ഞാൻ ഇട്ടു, സെക്കൻഡ് ചാപ്റ്ററിനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശരിക്കും ആവശ്യമുണ്ടോ ഓരോ ചാപ്റ്ററിന് എങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരു 300 കമൻറ്റെങ്കിലും ആയാലേ നമ്മൾ അടുത്ത ചാപ്റ്ററിന് ഇടുള്ളൂ. കാരണം അത് ഞാൻ ചെയ്തിട്ടില്ല, ഇനി ഞാൻ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്ന് കാണിച്ചാൽ മാത്രമേ നമ്മൾ ഇടുന്നതിൽ പോയിന്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വേണമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു 300 കമൻറ്റെങ്കിലും ഈ വീഡിയോക്ക് ആക്കണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ലൈവ് ക്ലാസ്സിലായിരിക്കും ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വന്നിരിക്കണം. അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്ററിലും വന്നിരിക്കണം. അവിടെയൊക്കെ മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, ടേക്ക് കെയർ. നമുക്ക് തകർക്കാതെ